ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. സംഘം ലിറ്ററേച്ചർ സീരീസിലെ ഫൈനൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. മേജർ എപ്പിക്സും മൈനർ എപ്പിക്സുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഗ്രേറ്റ് എപ്പിക്സ് 5 എണ്ണമാണുള്ളത്. ഇതിൽ പലതും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഒന്നാമത്തത് ചിലപ്പതികാരം, രണ്ടാമത്തത് മണിമേഖല, ദെൻ ജീവക ചിന്താമണി, വളയപതി, കുണ്ടലകേശി. ചിലപ്പതികാരം എന്ന പദത്തിൻ്റെ അർത്ഥം ദ സ്റ്റോറി അബൌട്ട് ആംഗ്ലറ്റ് എന്നാണ്. ചിലമ്പ് അല്ലെങ്കിൽ സിലമ്പ് എന്ന് പറയുന്നത് പാദസരാണ്. അധികാരം എന്ന് പറയുന്നത് സ്റ്റോറി അബൌട്ട്. ഇത് എഴുതിയിട്ടുള്ളത് ഇളങ്കോ അടികളാണ്. നമ്മുടെ മണിച്ചിത്രത്താഴുള്ള ഒരു പാട്ടുണ്ട്, ഇളങ്കോ അടികൾ ചിലമ്പു നൽകി എന്ന് പറയുന്നത്. അത് ഈ ഒരു ചിലപ്പതികാരമായിട്ടുള്ളൊരു റെഫറൻസാണ്. സോ ഇതിനെ നമ്മൾ ലിറ്ററലി ദ ടെയിൽ ഓഫ് എൻ ആംഗ്ലറ്റ് എന്ന് വിളിക്കാൻ പറ്റും. തമിഴ് ലിറ്ററേച്ചറിലെ ഇലിയഡ് എന്നും ചിലപ്പതികാരത്തിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഇളങ്കോ അടികൾ ഒരു ജെയിൻ മോങ്കായിരുന്നു. ചേര കിങ്ങിൻ്റെ ബ്രദറായിരുന്നു. ഒരു പ്രിൻസാണ് ഇനീഷ്യലി, ലേറ്റർ ഒരു ജെയിൻ മോങ്കായി മാറുകയാണ്. അകവൽ മീറ്ററിലാണ് ഈ ഒരു ചിലപ്പതികാരം കമ്പോസ് ചെയ്തിട്ടുള്ളത്. മൊത്തം 5730 വരികളുണ്ട്. കണ്ണകിയും കോവളനുമാണ് ഈ ഒരു കഥയിലുള്ള പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾ. ചിലപ്പതികാരത്തിൻ്റെ സ്റ്റോറി നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് മുന്നൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ഐ എം നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ഇറ്റ് അഗൈൻ. ഇൻസ്റ്റെഡ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ച്വൽ പോയിൻറ്റ്സിലേക്കാണ്. ഒന്നാമത്തെ ഓർത്തിരിക്കേണ്ട കാര്യം, ഇതിൽ 3 കണ്ടംസ് ഉണ്ട്. അതായത് 3 കണ്ടംസും ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഒന്ന് പൂഗാർ, മറ്റൊന്ന് മധുരൈ, മറ്റൊന്ന് വഞ്ചി. ഇത് 3ഉം എന്താണ്? തമിഴ് കിങ്ഡംസിൻ്റെ പ്രധാനപ്പെട്ട 3 ക്യാപിറ്റൽസാണ്. കണ്ണകിയും കോവളനും കല്യാണം കഴിച്ചതിന് ശേഷം അവരുടെ ജീവിതം ആരംഭിക്കുന്ന സ്ഥലമാണ് പൂഗാർ. പൂഗാർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പോർട്ട് ടൗൺ കൂടിയാണ്. നെക്സ്റ്റ് വരുന്നത് മധുരൈ. നമുക്കറിയാം മധുരൈ തമിഴ്നാട്ടിൽ തമിഴ് ലിറ്ററേച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റി കൂടിയാണ്. രാജ്ഞിയുടെ ആംഗ്ലറ്റ്, അതായത് ചിലമ്പ് മോഷ്ടിച്ചെന്ന് പറയുന്നതും ശേഷം കോവളനെ എക്സിക്യൂട്ട് ചെയ്യുന്നതൊക്കെ മധുരൈ വെച്ചാണ്. ഫൈനൽ ലൊക്കേഷനാണ് വഞ്ചി. വഞ്ചി എന്ന് പറയുന്നത് ചേര കൺട്രിയുടെ ക്യാപിറ്റലാണ്. ചിലപ്പതികാരത്തിൻ്റെ ഒരു സീക്വലായിട്ട് വരുന്ന കൃതിയാണ് മണിമേഖല. മണിമേഖല എഴുതിയിട്ടുള്ളത് ചീത്തലെ ചാത്തനാർ. ചിലപ്പതികാരത്തിലുള്ള കോവലനും മാധവിക്കും ഉണ്ടാവുന്ന മകളാണ് മണിമേഖല. മാധവി ശേഷം എന്താകുന്നുണ്ട്? ബുദ്ധിസ്റ്റ് മോങ്ക് ആവുന്നുണ്ടെന്നൊക്കെയാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. ബുദ്ധിസത്തിൻ്റെ ഫിലോസഫി, അതുപോലെ സംഘ ഗവൺമെൻറ്, സൊസൈറ്റി എന്നീ ഇൻഫർമേഷൻസൊക്കെ നമുക്ക് മണിമേഖലയിൽ നിന്ന് കിട്ടുന്നുണ്ട്. തമിഴ് ലിറ്ററേച്ചറിൻ്റെ ഒഡീസി എന്നാണ് മണിമേഖലയെ വിളിക്കുന്നത്. ചിലപ്പതികാരത്തിന് ഇലിയഡ് എന്നാണ് വിളിക്കുന്നത്, മണിമേഖലയെ ഒഡീസി എന്നാണ് വിളിക്കുന്നത്. ഇതിൽ മൊത്തം 4861 ലൈൻസ് ഉണ്ട്. ഇതും അകവൽ മീറ്ററിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ 30 കാൻറ്റോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഇത് ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ടൊരു കൃതിയാണ്. ഇതിൽ പറയുന്ന ബുദ്ധിസം മഹായാന ബുദ്ധിസമാണ്. പിന്നെ കൂടാതെ ബുദ്ധിസം, ജൈനിസം, അജീവികാസ്, ഹിന്ദുയിസം എല്ലാ മതങ്ങളെയും നമുക്കിതിൽ മെൻഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു കൃതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ബുദ്ധിസവും ജൈനിസവും തമ്മിലുണ്ടായിരുന്ന റിവൈൽറിയും പ്രശ്നങ്ങളൊക്കെ ഇതിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ മണിമേഖലയിൽ ഒരു രാമായണത്തിലേക്കുള്ള റെഫറൻസും നമുക്ക് കാണാം. മാധവിയെപ്പോലെ മണിമേഖലയും ഒരു ഡാൻസർ ആവുന്നു, പിന്നീട് ഒരു ബുദ്ധിസ്റ്റ് നണ്ണാവുന്നു. ഇങ്ങനെയാണ് സ്റ്റോറി പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ചോള പ്രിൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഉദയകുമാര. ഉദയകുമാരയ്ക്ക് മണിമേഖലയെ വളരെ ഇഷ്ടമായിരിക്കും. പക്ഷേ മണിമേഖല എന്താണ്? ഒരു നണ്ണാണ്. അപ്പം കോൺസ്റ്റൻ്റ്ലി ഉദയകുമാർ ഇവളെ പേഴ്സ്യൂ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ നണ്ണിന് എന്തൊക്കെയുണ്ട്? അവളുടെ റിലീജിയസ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മണിമേഖല പരമാവധി എന്താണ് ചെയ്യുന്നത്? ഉദയകുമാരനെ അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഏഞ്ചൽസൊക്കെ ഇടപെട്ടിട്ട് മണിമേഖലയുടെ ഷേപ്പ് മാറ്റി, അതായത് രൂപം മാറ്റിയിട്ട് ഒരാളുടെ ഭാര്യയായിട്ട് മണിമേഖല താമസിച്ചു. പക്ഷേ ഈ ഒരു ഉദയകുമാര സ്റ്റിൽ എഗെയിൻ ഇയാളുടെ ഭാര്യയെ പെർസ്യൂ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് ഇവളുടെ ഹസ്ബൻഡായിട്ടുള്ള ആൾ ഈ ഉദയകുമാരനെ വെട്ടിക്കൊന്നു. അങ്ങനെ ആകെ ഇഷ്യൂസ് ആയപ്പോൾ രാജ്ഞിയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തു. കാരണം ഇത് രാജകുമാരനാണല്ലോ. അങ്ങനെ ലാസ്റ്റിൽ ഏഞ്ചൽസ് എല്ലാം ഇടപെട്ട് എല്ലാം കൂടി ഒരു പ്രശ്നം സോൾവ് ആക്കി. ഇങ്ങനെയാണ് ബേസിക്കായിട്ട് മണിമേഖലയുടെ സ്റ്റോറി. ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട 4 നോബൽ ട്രൂത്ത്, 12 നിദാനാസ്, ഇതൊക്കെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും.
അടുത്ത കൃതിയാണ് ജീവക ചിന്താമണി. നമ്മൾ പറഞ്ഞു മണിമേഖല ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട കൃതിയാണ്. ജീവക ചിന്താമണി ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ട കൃതിയാണ്. ജീവക ചിന്താമണി എന്ന വേർഡിൻ്റെ അർത്ഥം ജീവക ദ ഫാബുലസ് ജെം എന്നാണ്. ഇതിൻ്റെ ഓതറാണ് തിരുത്തകർ ദേവ. ഇദ്ദേഹം ഒരു ജൈൻ എസറ്റിക് ആയിരുന്നു. ജീവക ചിന്താമണി മറ്റ് പല പേരിലും അറിയപ്പെടുന്നുണ്ട്. ഒന്ന് ബുക്ക് ഓഫ് ഡയറ്റി, മറ്റൊന്ന് മാനാനൂൽ. മാനാനൂൽ എന്ന് പറയുന്നത് ബുക്ക് ഓഫ് മാരേജസ് എന്നാണ് അർത്ഥം. ജീവക ആദ്യം ഭയങ്കര ലാവിഷായിട്ടുള്ളൊരു ലൈഫ് നയിച്ച ആളായിരുന്നു. ഇദ്ദേഹത്തിന് 8 ക്വീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ലേറ്റർ ഇദ്ദേഹം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ജൈനിസം സ്വീകരിക്കുന്നതാണ് സ്റ്റോറിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു തീം. ആദ്യം ഇദ്ദേഹം ഭയങ്കര ആർട്സിലൊക്കെ പ്രഗത്ഭനായിരുന്നു, വാരിയറായിരുന്നു, പെർഫെക്റ്റ് ലവറായിരുന്നു ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. ലാസ്റ്റിലേക്ക് ഇതിൽ ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. നെക്സ്റ്റ് കൃതിയാണ് വളയാപതി. വളയുക എന്ന പദം ഓർത്ത് വെച്ചാൽ മതി. സോ അൺബെൻഡിങ് മാൻ, വളയാത്ത മനുഷ്യൻ എന്നാണ് ഈ ഒരു വേർഡിൻ്റെ അർത്ഥം വരുന്നത്. ഇതും ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൃതിയാണ്. കാരണം ഏർലി ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടില്ല. കുറേ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു മെർച്ചൻറ്റിനെ കുറിച്ചാണ് ഈ ഒരു സ്റ്റോറി ഉള്ളത്. ഈ മെർച്ചൻറ്റിന് 2 ഭാര്യമാരുണ്ടാവും. അതിലൊരു ഭാര്യയെ ഇദ്ദേഹം ഉപേക്ഷിക്കും. പക്ഷേ ആ ഭാര്യയ്ക്കൊരു കുഞ്ഞുണ്ടാവും. അങ്ങനെ ആ കുഞ്ഞിനെ എല്ലാവരും കാര്യമായിട്ട് ബുള്ളി ചെയ്യും. കാരണം അവന് അച്ഛൻ്റെ പേരറിയാത്തതുകൊണ്ട്. അങ്ങനെ സ്ലോലി ഇവളുടെ അമ്മ എന്ത് പറയും, അച്ഛൻ്റെ പേര് പറയും. അങ്ങനെ ഈ ഒരു മകൻ എന്ത് ചെയ്യും, അച്ഛനെ കണ്ട് അയാളെ കൺഫ്രണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് സ്റ്റോറി. എന്നാൽ അച്ഛൻ എന്ത് ചെയ്യില്ല, ഈ ഒരു കാര്യം അക്നോളജ് ചെയ്യില്ല. പിന്നെ ഗോഡസൊക്കെ ഇടപെട്ടിട്ട് അമ്മയുടെ പ്രസൻസൊക്കെ വെച്ചിട്ട് ഇവരുടെ ക്ലെയിം പ്രൂവ് ചെയ്യുന്നതാണ് സ്റ്റോറി. അങ്ങനെ അൾട്ടിമേറ്റ്ലി ഫാദർ എന്ത് ചെയ്യും, ഈ ഒരു ബോയിനെ ആക്സെപ്റ്റ് ചെയ്യും. അടുത്ത കൃതിയാണ് കുണ്ടലകേശി. കുണ്ടലകേശി എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം വുമൺ വിത്ത് കേളി ഹെയർ. ഈ ഒരു ഇമേജ് കാണുന്നത് ഓർത്ത് വെച്ചാൽ മതി. ഈ ഒരു കൃതി മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് കുണ്ടലകേശി വിരുത്തം. ഇതിൻ്റെ ഓതർ നാദ കുത്തനാറാണ്. ഈ ഒരു കഥ പ്രധാനമായിട്ട് പറയുന്നത് ലവ്, മാരേജ്, പിന്നെ സ്ലോലി മാരേജ് ചെയ്ത പാർട്ട്ണർ മതിയാവുന്നു, അങ്ങനെ ലാസ്റ്റ് മർഡർ, പിന്നെ അൾട്ടിമേറ്റ്ലി റിലീജിയൻ, അങ്ങനെ ആ ഒരു ബേസാണ് ഇതിൽ കാണുന്നത്. പക്ഷേ ഇത് മൊത്തമായിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. പാർഷ്യലി മാത്രമാണിത് സർവൈവ് ചെയ്തിട്ടുള്ളത്. ഹിന്ദു ഒരു ജൈൻ ഗേളായിട്ടുള്ള ഒരു മെർച്ചൻ്റ് ക്ലാസ്സിലുള്ള ആളാണ് കുണ്ടലകേശി. ഇവൾ സ്നേഹിക്കുന്നത് കാലനെയാണ്. കാലൻ എന്ന് പറയുന്നത് ഒരു ബുദ്ധിസ്റ്റ് ക്രിമിനലാണ്. ഇതറിയുന്ന കുണ്ടലകേശിയുടെ അച്ഛൻ ഈ ഒരു കാലനെ പാർഡൺ ചെയ്ത് ഫ്രീ ആക്കിയിട്ട് ലേറ്റർ കുണ്ടലകേശി ഇവൻ തന്നെ കല്യാണം കഴിച്ചു. അങ്ങനെ ആസ് ടൈം പാസസ് ഇവർ തമ്മിലുള്ള ഇഷ്ടം മാഞ്ഞു തുടങ്ങി. അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഇടയിൽ കുണ്ടലകേശി എന്ത് പറഞ്ഞു, ഈ ഒരു ക്രിമിനൽ പാസ്റ്റിനെ കുറിച്ചുള്ള ടോപ്പിക്ക് വീണ്ടും എടുത്തിട്ടു. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കരമായിട്ട് ദേഷ്യമായി. അങ്ങനെ ഒരു ദിവസം കാലൻ കുണ്ടലകേശിനോടൊരു ഹൈക്കിന് വരാൻ വേണ്ടി പറഞ്ഞു, ഒരു മലയുടെ മുകളിലേക്ക്. ഇവൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ പോയിട്ട് ഇവളെ പുഷ് ചെയ്ത് താഴേട്ട് കൊല്ലാനായിരുന്നു. ഇത് മനസ്സിലാക്കിയ കുണ്ടലകേശി പറയും, ഞാനൊന്ന് മരിക്കുന്നതിൻ്റെ മുന്നേ ഹസ്ബൻഡിന് 3 തവണ ഒന്ന് വലയം വെക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അവളിങ്ങനെ കറങ്ങുന്ന പോലെ നിന്ന് ഹസ്ബൻഡിനെ എടുത്തിട്ട് താഴെ ഇടും പുഷ് ചെയ്തിട്ട്. അങ്ങനെ ലേറ്റർ ഇത് ചെയ്തതിന് അവൾക്ക് റിമോഴ്സ് ഫീൽ ചെയ്യുകയും ലേറ്റർ ബുദ്ധിസം സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് സ്റ്റോറി. ഈ ഒരു സ്റ്റോറിയായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ളൊരു സ്റ്റോറി നമുക്ക് തെരീഗാഥയിൽ കാണാൻ സാധിക്കും. ഇനി 5 ഗ്രേറ്റ് എപ്പിക്സിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ നോക്കാം. ഒന്നാമത്തെ കൃതി ഇതാണ് ശിലപ്പതികാരം. ഇതിൻ്റെ സീക്വലായിട്ട് വരുന്നതാണ് മണിമേഖല. ഇതിൻ്റെ ഓതേഴ്സ് ആരൊക്കെയാണ്? ഇളങ്കോ അടികൾ, ശീതള സത്യനാർ. ശിലപ്പതികാരം വേർഡ് തന്നെയുണ്ട്. ചിലമ്പിൻ്റെ സ്റ്റോറിയാണ്. കോവളനും കണ്ണകിയുമാണ് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. പിന്നെ വരുന്ന ക്യാരക്ടറാണ് മാധവി. ആ ഒരു സമയത്തുള്ള സൊസൈറ്റി, സോഷ്യൽ ലൈഫൊക്കെ പറയുന്നുണ്ട്. ഇതാണ് ഇലിയഡ് എന്ന് അറിയപ്പെടുന്നത്. മണിമേഖല എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഒഡീസി. ശിലപ്പതികാരത്തിലുള്ള ക്യാരക്ടർ ആരൊക്കെയായിരുന്നു? കോവളൻ, കണ്ണകി, മാധവി. കോവളൻ്റെ മാധവിൻ്റെ മകളാണ് മണിമേഖല. മണിമേഖല ലേറ്റർ എന്താവുന്നു? ബുദ്ധിസ്റ്റ് മോങ്ക് ആവുന്നു. നെക്സ്റ്റ് ഗവൺമെൻറ് സൊസൈറ്റി, പിന്നെ ബുദ്ധിസത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ജീവക ചിന്താമണി നമുക്കറിയാം,
ഒരു പ്രിൻസിൻ്റെ കഥയാണ്. ആദ്യം ഇയാൾ ലാവിഷായിട്ടുള്ള ലൈഫായിരുന്നു. ലേറ്റർ ഇദ്ദേഹം എന്തായി, ജൈനിസമൊക്കെ സ്വീകരിച്ചിട്ട് ഒരു പാത്തിലേക്ക് പോവുകയാണ്. സോ ഇതിൻ്റെ മറ്റൊരു പേരെന്താണ്, മാനാന്നൂൽ, ബുക്ക് ഓഫ് മാരേജ്, ബുക്ക് ഓഫ് ഡയറ്റിങ്. ദെൻ വളയപതി, വളയാത്ത ആൾ, അങ്ങനെയാണ് നമ്മളത് ഓർത്തു വെച്ചത്. സോ അതും ജൈനിസമായിട്ട് ബന്ധപ്പെട്ടയാണ്. നെക്സ്റ്റ് കുണ്ടലകേശി, ലാസ്റ്റ് നമ്മൾ പറഞ്ഞ സ്റ്റോറിയാണ്. അതായത് ആദ്യം ഒരു ക്രിമിനലിനെ കണ്ട് ഇഷ്ടപ്പെടുന്നു, അച്ഛൻ അയാളെ ഫ്രീ ആക്കുന്നു, കല്യാണം കഴിക്കുന്നു, ലേറ്റർ അവർക്ക് തമ്മിലുള്ള ഇഷ്ടം കുറയുന്നു, ദെൻ ഫൈനലി ആ മലമുകളിൽ പോകുന്നു, പുഷ് ചെയ്യുന്നു, മരിക്കുന്നു, കാര്യങ്ങളൊക്കെ. ഇതും ഏത് റിലീജനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി നമ്മൾ നോക്കുന്നത് 5 മൈനർ എപ്പിക്സ് ആണ്. 5 മേജർ എപ്പിക്സ് നമ്മൾ നോക്കി. 5 മൈനർ എപ്പിക്സ് എന്ന് പറയുന്നത് നീലകേശി, ചൂലാമണി, നാഗകുമാര കാവ്യം, ഉദയകുമാര കാവ്യം, യശോധര കാവ്യം. കുണ്ടലകേശിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, കേശി എന്ന് പറയുന്നത് എന്താണ്, ഹെയർ ആണ്. സോ നീലകേശി എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്, നീല മുടിയുള്ള സ്ത്രീ എന്നാണ്. കുണ്ടലകേശി എന്ന ഗ്രേറ്റ് തമിഴ് എപ്പിക്കിൻ്റെ ഒരു ക്രിറ്റിസിസം പോലെയാണ് നീലകേശി എഴുതിയിട്ടുള്ളത്. കുണ്ടലകേശി നമുക്കറിയാം ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ നീലകേശി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കുണ്ടലകേശിയുടെ ഓപ്പണൻ്റ് ആയിട്ടുള്ള ഒരു ജൈൻ നണ്ണിൻ്റെ സ്റ്റോറിയാണ് നീലകേശിയിൽ പറയുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ടൊരു പ്ലോട്ടില്ലാത്തൊരു കൃതിയാണ് ചൂലാമണി. ഇത് എഴുതിയിട്ടുള്ളത് തൊലമൊഴി തേവർ എന്ന് പറയുന്ന ഓഥറാണ്. ഇതും ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ട കൃതിയാണ്. മറ്റൊരു ജൈൻ മൈനർ എപ്പിക്കാണ് യശോധര കാവ്യം. ഇത് ബേസിക്കായിട്ട് പറയുന്നത് കർമ്മയുടെ കോൺസിക്വൻസസ് ആണ്. വേൽ വെണ്ണവാലാണ് ഇതിൻ്റെ ഓഥർ. അടുത്ത കൃതിയാണ് ഉദയനകുമാര കാവ്യം. ഇതും മറ്റൊരു ജൈൻ മൈനർ എപ്പിക്കാണ്. ഉദയനൻ എന്ന് പറയുന്ന കോസാംബിയിലുള്ള പ്രിൻസിനെ കുറിച്ചാണ് ഈ ഒരു കഥ. മൈനർ എപ്പിക്കിൽ വരുന്ന മറ്റൊരു കൃതിയാണ് നാഗകുമാര കാവ്യം. ഇതും ജൈൻ ട്രഡീഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാം, മൈനർ എപ്പിക്സ് എല്ലാ 5 കൃതികളും ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ടത് കൃതികളാണ്. നാഗകുമാരൻ എന്ന് പറയുന്നൊരു പ്രിൻസിൻ്റെ സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. ലേറ്റർ മോക്ഷവും മോങ്കും അസറ്റിസിസത്തിലേക്കൊക്കെ പോകുന്നതായിട്ടാണ് കഥ. താങ്ക് യു ഫോർ വാച്ചിങ്. I hope this was helpful.